ലോകത്ത് പുതുവർഷം പിറന്നു. 2024 വരവേൽക്കുന്നു. പുതുവർഷത്തെ വരവേറ്റ ലോകം പസഫിക് മേഖലയിലെ കിരിബാത്തിയിലാണ് ആദ്യം പുതുവർഷം എത്തിയത്. പിന്നീട് ക്രിസ്മസ് ഐലൻഡിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും പുതുവർഷം പിറന്നു. വിസ്മയ വിവരങ്ങളുമായി ചേരുകയാണ്. വിസ്മയ, വളരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ലോകം പങ്കുവെക്കുന്നത്. ന്യൂസിലൻഡും ഓസ്ട്രേലിയയും വർണ്ണപ്രഭയിൽ നിറഞ്ഞു നിൽക്കുന്നു. പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അവർ. നമുക്കിനിയും കാത്തിരിക്കണം ഏതാനും മണിക്കൂറുകൾ കൂടി. എങ്ങനെയാണ് ഇപ്പം ലോകരാജ്യങ്ങൾ പലയിടങ്ങളും ഈ പുതുവർഷത്തെ വരവേറ്റിരിക്കുന്നത്? ഫിജി പറഞ്ഞ പോലെ തന്നെ ലോകമെമ്പാടും പുതുവർഷത്തെ ലോകം വരവേൽക്കാനായി കാത്തിരുന്നപ്പോൾ നമ്മുടെ പസഫിക് മേഖലയിൽ രാജ്യങ്ങളും അതുപോലെ തന്നെ ദ്വീപുകളുമാണ് പുതുവർഷത്തെ ആദ്യമായി വരവേറ്റിരിക്കുന്നത്. കിരിബാത്തി ദ്വീപിലും അതുപോലെ ക്രിസ്മസ് ദ്വീപിലുമാണ് ആദ്യമായി പുതുവർഷം എത്തിയിരിക്കുന്നത്. വലിയ ആഘോഷങ്ങളോടെയാണ് ഇവർ പുതുവർഷത്തെ വരവേറ്റിരിക്കുന്നത്. ഇവയ്ക്ക് പിന്നാലെ ന്യൂസിലൻഡിലും അതുപോലെ ഓസ്ട്രേലിയയിലും ഫിജി ദ്വീപിലുമാണ് പുതുവർഷം എത്തിയത്. ഓക്ലാൻഡിൽ ഗംഭീരമായ കരിമരുന്ന് പ്രയോഗത്തിലൂടെയാണ് അവർ പുതുവർഷത്തെ വരവേറ്റത്. സ്കെറ്ററിന് ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്ന ആഘോഷങ്ങൾക്കായി ലോകമെമ്പാടും പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ ഓസ്ട്രേലിയയിലും ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പുതുവർഷാഘോഷങ്ങൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഓസ്ട്രേലിയയിലും പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ അതേപോലെ സിഡ്നി ഹാർബർ ബ്രിഡ്ജ് എന്നിവിടങ്ങളിൽ അർദ്ധരാത്രിയിൽ വെടിക്കെട്ടിൻ്റെയും ലൈറ്റ് ഷോകളുടെയും കേന്ദ്ര ബിന്ദുവായി മാറും. അതുമാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഏകദേശം 425 മില്യൺ ആളുകൾ വിവിധ രീതിയിലുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാൻ എത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഫിജി.